നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ അടിക്കടി നിയമങ്ങൾ മാറിമറിയുകയാണ്. കൊറോണ വ്യാപനത്തെ തുടർന്നുള്ള നിയന്ത്രണങ്ങൾ വീണ്ടും കടുപ്പിക്കുകയാണ് അധികൃതർ. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്നു. മരണനിരക്ക് ഉയരുന്നതിലും ആശങ്ക പ്രകടിപ്പിച്ച് അധികൃതർ രംഗത്തെത്തി. ഇതിനു പിന്നാലെ പുതിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചു. അതായത് പ്രവേശിക്കാൻ 48 മണിക്കൂറിനുള്ളിലെടുത്ത കോവിഡ് PCR ആന്റിജൻ നെഗറ്റീവ് പരിശോധനാ ഫലം നിർബന്ധമാക്കിയിരിക്കുകയാണ്. സൗദിയിൽ നിന്ന് പുറത്തു പോകുന്നവർക്കും ഈ നിബന്ധന ബാധകമാണ്. സൗദി ആഭ്യന്തര മന്ത്രാലയമാണ് പുതിയ നിബന്ധന പുറപ്പെടുവിച്ചിരിക്കുന്നത്. സൗദി പൗരന്മാരും വിദേശികളും രാജ്യത്തേക്ക് വരാൻ PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കരുതണം. ഫെബ്രുവരി 9 ബുധനാഴ്ച പുലർച്ചെ 1 മണി മുതൽ ഈ നിബന്ധന പ്രാബല്യത്തിൽ വരും. 8 വയസ്സിന് മുകളിൽ പ്രായമുള്ള യാത്രക്കാരെല്ലാം 48 മണിക്കൂറിനുള്ളിലെടുത്ത PCR പരിശോധന അല്ലെങ്കിൽ അംഗീകൃത ആന്റിജൻ പരിശോധന നടത്തി നെഗറ്റീവ് ഫലം ഹാജരാക്കണം. 16 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്വദേശികൾ രണ്ടാമത്തെ ഡോസ് എടുത്ത് 3 മാസം കഴിഞ്ഞില്ലെങ്കിൽ നിർബന്ധമായും ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചവരായിരിക്കണം. അത്തരത്തിലുള്ള സൗദികളെ മാത്രമേ സൗദിക്ക് പുറത്തേക്ക് പോകാൻ അനുവദിക്കുകയുള്ളൂ. സൗദി പൗരന്മാർക്ക് പരിശോധനാ ഫലം പോസിറ്റീവ് ആണെങ്കിലും നിബന്ധനകളോടെ മാത്രമേ സൗദിയിൽ പ്രവേശിക്കാൻ അനുവദിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ സൗദി അറേബ്യയിൽ കോവിഡ് ബാധിതരിൽ മരണസംഖ്യ ഉയരുന്നു. മാസങ്ങളായി 1ഉം 2ഉം മാത്രമായിരുന്ന പ്രതിദിന മരണസംഖ്യ 2 ദിവസമായി 4ആയി ഉയർന്നിരിക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 4 മരണമാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. 4092 പേർക്ക് പുതിയതായി കോവിഡ് സ്ഥിരീകരിച്ചു. നിലവിലെ രോഗികളിൽ 4604 പേർ സുഖം പ്രാപിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കോവിഡ് കേസുകളുടെ എണ്ണം 6,99,069ഉം രോഗമുക്തരുടെ എണ്ണം 6,53,972 ആകെ മരണസംഖ്യ 8,947. ആകെ 36,150 കോവിഡ് ബാധിതരാണ് രാജ്യത്താകെ ചികിത്സയിലുള്ളത്. ഇതിൽ 1010 പേരാണ് ഗുരുതര നിലയിൽ. ഇവർ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ബാക്കിയുള്ളവരുടെ നില തൃപ്തികരം. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 93.54%, മരണനിരക്ക് 1.27%. 24 മണിക്കൂറിനിടെ 1,42,676 RT-PCR പരിശോധനകൾ നടത്തി. പുതിയതായി റിയാദ് 1306, ജിദ്ദ 267, ദമാം 215, ഖുഫൂഫ് 156, മക്ക 92, മദീന 86 എന്നിങ്ങനെയാണ് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്ത് ഇതുവരെ 5,79,8,339 ഡോസ് വാക്സിൻ കുത്തിവെച്ചു. ഇതിൽ 2,56,10,813 ആദ്യ ഡോസും 2,37,47,630 രണ്ടാം ഡോസും 85,49,896 ബൂസ്റ്റർ ഡോസുമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.